ഒക്ടോബർ മാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസം നമ്മളെത്തി. കർത്താവ് ഏറ്റവും നല്ല മാസങ്ങൾ നവംബർ, ഡിസംബർ എന്നിങ്ങനെയുള്ള പുതിയ മാസങ്ങൾ നമ്മുടെ മുമ്പിൽ കരുതി വെച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിക്ക് ഭയങ്കര സമാധാനമാണ്. കാരണം വിശ്വാസമെന്ന് പറഞ്ഞാൽ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഒരിക്കലും ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് പുതിയ ഐഡിയകൾ വേണമെങ്കിൽ പഴയ പുസ്തകം വായിക്കാൻ. കർത്താവ് നമുക്കൊരു പഴയ പുസ്തകം തന്നിട്ടുണ്ട്. എത്രയോ ആയിരം വർഷങ്ങളിലെ ചരിത്രങ്ങൾ എഴുതിയ ഒരു പഴയ പുസ്തകം, 66 പുസ്തകങ്ങൾ ഒരുമിച്ച് ചേർത്ത വിശുദ്ധ ബൈബിൾ. പുസ്തകം പഴയതാണെങ്കിലും അതിനകത്തെ ഒരു വള്ളിയോ പുള്ളിയോ മാറ്റാനില്ല. ആകാശവും ഭൂമിയും മാറിയാലും ഇതിനകത്തുനിന്ന് ഒന്നും എടുത്തു മാറ്റാൻ കഴിയില്ല. കർത്താവ് പറഞ്ഞു, എൻ്റെ വചനങ്ങൾ ഒരു നാളും ഒഴിഞ്ഞു പോകില്ല. ഈ പ്രവചന പുസ്തകത്തിലുള്ളതെല്ലാം നിറവേറും. ഇതെല്ലാം ഉറപ്പാണ്. അപ്പോൾ പുതിയ കാര്യങ്ങൾ, പുതിയ മാസത്തേക്ക് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത് ഈ പഴയ പുസ്തകത്തിലാണ്. പുതിയ ഐഡിയാസ്, എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ കുടുംബം മുന്നോട്ട് പോകണം, എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തണം, അടുത്ത മാസം നവംബർ മാസം ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം, ഡിസംബറിൽ എന്തായിരിക്കണം, 2026 ഞാൻ എന്തായിരിക്കണം. ഇതെല്ലാം വർഷങ്ങളെ ഉണ്ടാക്കിയവൻ, കാലങ്ങളെ ഉണ്ടാക്കിയവൻ, സംവത്സരങ്ങളെ നിർമ്മിച്ചവൻ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ അവനത് ഭംഗിയായിട്ട് നിർവഹിക്കും. കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും ആശ്രയിക്കാം. ഈ മാസം ഇന്ന് തീരുന്നതിനുള്ളിൽ ലഭിക്കേണ്ട കുറേ നന്മകളുണ്ട്. അത് നമുക്ക് യേശുവിൻ നാമത്തിൽ വിശ്വസിക്കാം, പ്രാപിക്കാം. കർത്താവിൽ നമുക്ക് മുഴുഹൃദയത്തോടെ ആശ്രയം വയ്ക്കാം. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു. പത്രോസ് ജയിലിൽ കിടക്കുന്നു. യാക്കോബിനെ കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി. അതുകൊണ്ട് ഹേരോദാവ് എന്ന ദുഷ്ടനായ ഭരണാധികാരി പത്രോസിനെ പിടിച്ച് ജയിലിലാക്കി. എന്നാൽ സഭ വിട്ടുകൊടുത്തില്ല. സഭ പ്രാർത്ഥനയിലൂറ്റിരുന്നു. സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചു. രാപകൽ പ്രാർത്ഥിച്ചു. ഒത്തിരി ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ കിട്ടിയില്ല. അവർക്ക് ചിലപ്പോൾ 1 ദിവസമോ 2 ദിവസമോ പ്രാർത്ഥിക്കാൻ കിട്ടിക്കാണുള്ളൂ. എന്നാൽ ആ പ്രാർത്ഥന ഇടമുറിയാത്തതും ലക്ഷ്യമുള്ളതും മറുപടി കാണാൻ വേണ്ടി മാത്രമുള്ളതുമായിരുന്നു. വെറുതെ ഒരു നമുക്ക് പ്രാർത്ഥിക്കാം എന്നല്ല, ഞങ്ങൾ പ്രാർത്ഥിക്കും, മറുപടി കണ്ടിരിക്കും. ഈ ഒരു മനോഭാവത്തോടെയായിരുന്നു നമ്മുടെ പിതാക്കന്മാർ ആ പ്രതികൂലങ്ങളെ കൈകാര്യം ചെയ്തത്. 6-ാമത്തെ വാക്യം, ഹേരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേരാത്രിയിൽ പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. വാതിലിന്റെ മുൻപിൽ ആൾക്കാരുണ്ട്. ജയിലിൽ പത്രോസിന്റെ അടുത്ത ആളുണ്ട്. 4 പേര് ജയിലിനകത്തുണ്ട്. പത്രോസിന്റെ അടുത്തിരിപ്പുണ്ട്. 4 ചേവകർ 6 മണിക്കൂർ വെച്ച് 4 തവണ വരും. അപ്പോൾ 24 മണിക്കൂറായി. അതുപോലത്തെ കാവൽ. വീരപ്പന് പോലും ഇങ്ങനെ, വീരപ്പനെ അല്ലെങ്കിലും വഴിയിൽ വെച്ച് എന്നെ കൊന്നു കളഞ്ഞു. വീരപ്പനെ അല്ല, ജയിലിൽ കിടന്ന് ഒരു തടവ് പുള്ളിയെയും ഇതുപോലെ കാത്തിട്ടില്ല. എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഒരുത്തിനെ കൊല്ലാൻ വേണ്ടി പിശാച് ചെയ്യുന്ന പരിപാടിയെ. ബാത്റൂമിൽ പോലും പോകാൻ കഴിയാത്ത കണ്ടീഷനിലാണ് പത്രോസ്. ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. എന്നാൽ പത്രോസ് കിടന്ന് നല്ല ഉറക്കമാണ്. ഇത്രയും പ്രശ്നത്തിൻ്റെ നടുവിൽ കിടന്ന് ഉറങ്ങാനായിട്ട് യേശു കർത്താവ് പഠിപ്പിച്ച ക്ലാസ്സാണ്. കടലിൽ കിടന്ന് ഉറങ്ങി, അമരത്ത് തലയണ വെച്ച് കിടന്ന്, പടക് മുങ്ങിയെന്നാണ്, മുങ്ങുമാറായി. അതായത് വള്ളത്തിൽ വെള്ളം നിറഞ്ഞു, കഴുത്തോളം വെള്ളത്തിൽ യേശു ആയിരിക്കുന്നു. കഴുത്ത് തൊട്ട് താഴോട്ട് മുങ്ങിക്കിടക്കുകയാണ്. കാറ്റടിക്കുന്നു, ശരിക്കും ഉലയുന്നുണ്ട്. വള്ളം ഭയങ്കരമായിട്ട് ഉലയുകയാണ്. ഇതിനകത്തെങ്ങനെ ഉറങ്ങാൻ പറ്റി? അമരത്ത് തലയണ വെച്ച് യേശു കിടക്കുകയാണ്. ഈ തിരമാലയുടെ വെള്ളം വന്ന് കയറി അടിക്കുമ്പോൾ തലയണ നനഞ്ഞു കുതിർന്നു. യേശുവിൻ്റെ വസ്ത്രം ഇന്നത്തെ പോലെ
വളരെ തിന്നായിട്ടുള്ള ഡ്രസ്സല്ല, വളരെ കട്ടിയുള്ള ചണം കൊണ്ടൊക്കെ ഉണ്ടാക്കി ആ കാലത്തെ കട്ടി കൂടിയ വസ്ത്രങ്ങളാണ്. ഇതെല്ലാം നനഞ്ഞു കുതിർന്നു. യേശു എഴുന്നേറ്റില്ല, ഉറക്കം നടിക്കുകയല്ല, യേശു ഉറങ്ങുകയാണ്. ഇത്രയും പ്രശ്നത്തിൽ ഉറങ്ങിയ കർത്താവ് ഇവർക്ക് ഒരു ക്ലാസ് കൊടുക്കുകയാണ്. നമ്മുടെ വാഗ്ദത്തങ്ങൾ നിറവേറാതെ ആർക്കും നമ്മെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ രോമത്തിന് പോലും ഒരു കേടും പറ്റില്ല. ഇത് തന്നെ കർത്താവ് ഈ പറഞ്ഞ മത്തായി 10:30-31 നിങ്ങളുടെ ഓരോ രോമവും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന വാക്ക് പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ ഈശാനമൂലൻ കൊടുങ്കാറ്റിൽ 14 ദിവസം പട്ടിണി കിടന്ന 275 പേരോട് പറയുന്നു, നിങ്ങളുടെ രോമത്തിന് പോലും കേടുവരില്ല, എല്ലാവരും ദൈവം എൻ്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ കയ്യിലാണ്, ഞാനാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ഭാവി വേണോ വേണ്ടേന്ന്. എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. പൗലോസേ, നിന്റെ കയ്യിൽ തരുന്നു. നിനക്കവരെ ജീവിപ്പിക്കാം, നിനക്ക് വേണമെങ്കിൽ അവരെ കൊല്ലാം. നീ പ്രാർത്ഥനയിൽ മടുത്താൽ അവർ മരിക്കും. നീ പ്രാർത്ഥനയിലും വിശ്വാസത്തിലാണോ അവർ ജീവിക്കും. നിനക്ക് അവരെ ഒരു കര പറ്റിക്കാൻ കഴിയും. നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു പട്ടണം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ, ഒരു രാജ്യം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ, രാജ്യത്ത് ഉയർച്ചയും താഴ്ചയും നമ്മളാ തീരുമാനിക്കുന്നു. ഏലിയാവ് രാജകൊട്ടാരത്തിൽ ചെന്നിട്ട് പറയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല, എൻ്റെ വായിലാണ്, എൻ്റെ അധികാരത്തിലാണ്, എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. യോശുവ 6 താഴോട്ട് വായിക്കുമ്പോൾ യോശുവയോട് ദൈവം പറയണ, യെരിഹോ രാജാവിനെയും ആ സൈന്യത്തെ എല്ലാം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം ഏൽപ്പിച്ചു തരുന്ന ദൈവമാണ്, നമ്മുടെ കയ്യിലാണ്. ഇതാ ജയിലിൽ കിടക്കുന്ന പത്രോസിന്റെ ജീവിതം പ്രാർത്ഥിക്കുന്നവരുടെ കയ്യിലാണ്. മാത്രമല്ല, പത്രോസിന് ഒരു ഉറപ്പുണ്ട്, വൃദ്ധനായ ശേഷം നീ ഇന്നതുപോലെ നിനക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് പലരും നിന്നെ കൊണ്ടുപോകുമെന്നൊരു പ്രവചനമുണ്ട്. അങ്ങനെ വൃദ്ധനായിട്ടില്ല, നല്ല ചോര തിളപ്പിൽ നിൽക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ കൂടെ ആയിട്ട് ഇറങ്ങിയിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല, നാളുകളായിട്ടില്ല, മാസങ്ങളെ ആയിട്ടുള്ളാവും, അല്ലെങ്കിൽ 1-2 വർഷം. അതിനിടയിൽ നടക്കുന്ന സംഭവങ്ങളായിരിക്കും. പത്രോസ് അവരുടെ നടുവിൽ കിടന്ന് ഉറങ്ങി. ഇത്രയും വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ഉറങ്ങാൻ കഴിയുന്നതിൻ്റെ പേരാണ് സഭ. നീ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലാണോ? നിന്റെ ഉറക്കത്തിന് ഒരു കേടും ഉണ്ടാകത്തില്ല. ഏത് പ്രതിസന്ധിയുടെ നടുക്കും കിടന്ന് നിനക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ ദൈവശക്തി തരും. നാളെക്കുറിച്ച് ഭയവും നിരാശയൊക്കെ വരുമ്പോഴാണ് പലരുടെ ഉറക്കവും വിശപ്പും നഷ്ടപ്പെടുന്നത്. നിന്റെ വിശപ്പും നഷ്ടപ്പെടില്ല, നിന്റെ ഉറക്കവും നഷ്ടപ്പെടില്ല. കർത്താവ് നിന്റെ കൂടെയുണ്ട്. 7-ാം വാക്യം, സഭ പ്രാർത്ഥിക്കുന്നു, 2 പത്രോസ് ഉറങ്ങുന്നു. ഇതിനിടയിൽ 7-ാം വാക്യം, പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. പെട്ടെന്ന് പ്രാർത്ഥനയുടെ റിസൾട്ട് പെട്ടെന്ന്. വിശ്വാസത്തിൻ്റെ, ഉറക്കത്തിൻ്റെ, ധൈര്യത്തിൻ്റെ റിസൾട്ട് പെട്ടെന്ന്. സഭയുടെ പ്രാർത്ഥനയും പത്രോസിൻ്റെ വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസവും, ഞാൻ ചെറുപ്പമാണ്, ഞാൻ ഇങ്ങനെയൊന്നും മരിക്കില്ല, ഞാൻ പുറത്തു വരും, ഈ ധൈര്യത്തിൽ പത്രോസ് കിടന്ന് ഉറങ്ങുന്നതിൻ്റെ ഉള്ള ധൈര്യത്തിൻ്റെ ഉറപ്പിലും സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വൈകിയില്ല, പെട്ടെന്ന് ഒരു ദൂതൻ അവിടെ പ്രത്യക്ഷനായി. ഇത് കേൾക്കുന്ന പലരും അറിയണം, ഈ ദിവസത്തിൻ്റെ, ഈ മാസത്തിൻ്റെ ഒടുവിലത്തെ ദിവസമാണ്. ഈ അവസാന നിമിഷത്തിലും പെട്ടെന്ന് ചില കാര്യങ്ങൾ ചെയ്യാൻ കർത്താവിന് മനസ്സുണ്ടെന്ന് മറക്കരുത്. നിന്റെ സാമ്പത്തിക മേഖലയിൽ പെട്ടെന്ന് ഒരു വഴി തുറക്കാൻ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പെട്ടെന്നൊരു വാതിൽ തുറക്കാൻ, തലമുറയുടെ ഭാവിക്ക് വേണ്ടി പെട്ടെന്ന് ഒരു കാര്യം ദൈവത്തിന് ഒരുക്കാൻ, നീ ഇന്ന് അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് ഒരു പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ചില ദൂതന്മാരെ അയച്ച് തൻ്റെ പ്രവൃത്തിയെ ചെയ്യുവാൻ കർത്താവിനും മനസ്സുണ്ടെന്ന്. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവിടെ പ്രത്യക്ഷനായി. ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുമെന്ന് നഥനയേലിനെ നോക്കി ചുറ്റുമുള്ളവരോട് പറയുമ്പോൾ, വലിയ കാര്യങ്ങൾ കാണുമെന്ന് പറഞ്ഞപ്പോൾ, അന്ന് ഇതൊന്നും മനസ്സിലാകാതെ അടുത്തു നിന്ന പത്രോസാണ്
ഈ കിടന്ന് ഉറങ്ങുന്നതെന്ന് മറക്കരുത്. അന്ന് പത്രോസിന് ഒന്നും മനസ്സിലായില്ല. ദൂതന്മാരോ? അതെന്താ? ഇപ്പോൾ പത്രോസിന് അതൊക്കെ ഒരു സാധാരണ സംഭവമാണ്. ദൈവദൂതൻ അടുത്തു വരിക എന്നൊക്കെ പറയുന്നത് പത്രോസിന് എല്ലാ ദിവസത്തെയും സംഭവങ്ങളിൽ ഒരു കാര്യം. അവനിപ്പോൾ സൂപ്പർ നാച്ചുറൽ എന്നുള്ളത് നാച്ചുറലാണ്. അവൻ്റെ നിഴല് പോലും അത്ഭുതമാണ്. അവൻ്റെ ജീവിതം മുഴുവനും അത്ഭുതമാണ്. ഒരു കാലത്ത് പാപിയാണെന്ന് പറഞ്ഞവനാണ്. ഇപ്പോൾ അവൻ അറിയാം, ഞങ്ങളെ നോക്ക്, ഞങ്ങൾക്കുള്ളത് തരുന്നു, ഞങ്ങളിൽ ചിലതൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവദൂതന്മാർ ഇറങ്ങും. ഇതാ ഒരു ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. സ്വർഗം ഒരു പ്രവൃത്തി തുടങ്ങിയാൽ എത്ര വലിയ ഇരുട്ടിനകത്തും ഒരു സ്വർഗീയ വെളിച്ചം ഉദിക്കും. നിന്റെ ഭവനത്തിനകത്ത് എത്ര ഭയങ്കര ഇരുട്ടാണെങ്കിലും പേടിക്കേണ്ട, ഒരു സ്വർഗീയ വെളിച്ചം നിങ്ങളുടെ വീട്ടിനകത്ത് ഇന്ന് ഉണ്ടാക്കി തരുവാൻ കർത്താവ് മതിയായവനാണ്. അവൻ്റെ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളും അതിനെ പിടിച്ചടക്കുന്നില്ല. ഒരു വെളിച്ചം അവിടെ പ്രകാശിച്ചു. അടുത്തത്, അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക്. പതുക്കെയുള്ള പരിപാടിയില്ല. ദൈവദൂതൻ വന്നു കഴിഞ്ഞാൽ ലേറ്റാകുന്ന പരിപാടിയില്ല. വേഗം എഴുന്നേൽക്ക് എന്ന് പറഞ്ഞു അവനെ ഉണർത്തി. അടുത്തത്, ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. താഴിട്ട് പൂട്ടിയ ചങ്ങലയാണ്. ആ ചങ്ങലയുടെ ഒരു ഭാഗം ചിലപ്പോൾ മറ്റേ ആ പോലീസുകാരൻ്റെ കയ്യിലായിരിക്കും. 4 പോലീസുകാരല്ലേ, 4 പേരുടെയും കയ്യിലോ കാലയിലോ സംഭവം കിടപ്പുണ്ട്. അപ്പൊ പത്രോസ് എഴുന്നേറ്റാൽ 5 പേരും കൂടി എഴുന്നേറ്റ് പോരുള്ളൂ. 4 പേര് വേറെയുണ്ട്. എന്നാൽ ഈ ചങ്ങലകൾ കയ്യിൽ നിന്ന് മാറി വീണ സ്വരം പോലുമില്ല, അല്ലാതെ തുറന്നുപോയി. 4 ചേവകർ അവിടെ കിടന്ന് നല്ല ഉറക്കമാണ്. പത്രോസിന്റെ ചുറ്റും കിടന്ന്. കാരണം പത്രോസ് എഴുന്നേറ്റാൽ ഇവർക്കറിയാം എഴുന്നേറ്റ് പോയെന്ന്. ചങ്ങല മാത്രം അഴിഞ്ഞു. ആരെ ഉണർത്തണമെന്നും ആരെ ഉറക്കണമെന്നും നമ്മുടെ കർത്താവിനറിയാം. ദൈവം ആദാമിനെ ഉറക്കി ഹവ്വായെ പുറത്തു കൊണ്ടുവന്നു. വീണ്ടും ആദാമിനെ ഉണർത്തി. ഉറക്കാനും ഉണർത്താനും അറിയാവുന്നവൻ നമ്മോടുകൂടെയുണ്ട്. നമ്മെ ഉണർത്തുമ്പോൾ തന്നെ നമുക്ക് വിരോധമായിട്ടുള്ള ചിലതിനെ ഉറക്കാനും നമ്മുടെ കർത്താവിൻ്റെ ദൂതന്മാർ കർത്താവിൻ്റെ സന്നിധിയിലുണ്ട്. ഉണർത്തുക മാത്രമല്ല, ഒരു ഉണർവ് മാത്രമല്ല, ചിലതിനെ ദൈവം ഉറക്കിക്കളയും. ചിലത് മയങ്ങിയിരിക്കും. ചിലർക്ക് ഒന്നും മനസ്സിലാകത്തില്ല. ഇതെല്ലാം കർത്താവിൻ്റെ കൈയാണ് എന്ന് ദൈവസഭ അറിയണം. ആ ചങ്ങലകൾ അഴിഞ്ഞുപോയി. ഇതുപോലെ എന്തൊക്കെയോ വർഷങ്ങളായിട്ട് നിങ്ങളെ അനക്കാൻ കഴിയാത്ത രീതിയിൽ വെച്ചിരിക്കുന്ന എന്തൊക്കെയോ കൈമേൽ നിന്ന്, നിങ്ങളുടെ കാലുകളിൽ നിന്നൊക്കെ വിട്ടുമാറുന്നത് ഞാൻ ആത്മാവിൽ കണ്ടിട്ട് അത് പ്രവചിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നാളുകളായി നിങ്ങളെ പിടിച്ചൊതുക്കിക്കളഞ്ഞ പലതും അഴിഞ്ഞു മാറുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ശരീരങ്ങളിൽ നിന്ന്, ഇവരുടെ മനസ്സിൽ നിന്ന്, ഇവരുടെ ഭവനത്തിൽ നിന്ന്, ഇവരുടെ നന്മയ്ക്കെതിരെ നിൽക്കുന്ന എല്ലാ ചങ്ങലകളും ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഞാനിവരെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കരവരോട് കൂടിയിരിക്കണം. പുതിയ വഴികൾ തുറക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലതും അഴിഞ്ഞ് അവർ സ്വതന്ത്രമാകട്ടെ. മനസ്സിനകത്തുള്ള പലതും അഴിഞ്ഞു മാറട്ടെ. ചിന്താഗതികൾ ആവശ്യമില്ലാത്തത് അഴിഞ്ഞു മാറട്ടെ. മറ്റുള്ളവർ കെട്ടിയത് അഴിയട്ടെ. മറ്റുള്ളവർ ബന്ധിച്ചത് അഴിയട്ടെ. ആരും അറിയാതെ അത് അഴിഞ്ഞു മാറട്ടെ. ഈ മക്കളുടെ മേൽ സ്വാതന്ത്ര്യത്തെ ഞാൻ യേശുവിൻ നാമത്തിൽ പ്രഖ്യാപിക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ. ഈ സന്ദേശം തുടരും. ഒക്ടോബർ മാസം മുഴുവൻ ഞങ്ങളെ കേട്ടവർക്ക് പ്രത്യേകം നന്ദി. നവംബർ മാസം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ
നീ സകലത്തിലും സുഖവും ശുഭവുമായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾ അതിൽ തന്നെ ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ഞങ്ങളത് വായിച്ച് പ്രാർത്ഥന വിഷയം എടുത്തുകൊള്ളാം. നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കാം. വാക്ക് തരുന്നു, ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് വേണം. നിങ്ങളുടെ എല്ലാവിധ കൈത്താങ്ങലും വേണം. തമ്മിൽ വീണ്ടും കാണാം. അടുത്ത മാസത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. അതായത് നാളെ നമുക്ക് ഒരുമിച്ച് കൂടാം. ഗോഡ് ബ്ലെസ് യു. കൂടെ
യേശു